2021 റിലീസ് ചെയ്ത എ ഹീറോ. സത്യസന്ധതയുടെ പേരിൽ സമൂഹത്തിൽ ഹീറോ പരിവേഷം ലഭിച്ച കഥാനായകൻ. അതേ സത്യസന്ധത അയാളുടെ പിന്നീടുള്ള ദിവസങ്ങളെ എത്രത്തോളം കലുഷിതമാക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. എല്ലാ ഫർഹാദി സിനിമകളെയും പോലെ തന്നെ വളരെ കൈയടക്കത്തോടെ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും തിരക്കഥയും സംവിധാനവും അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത്. സ്ലോ പേസിലാണ് സിനിമ ആരംഭിക്കുന്നതെങ്കിലും ആദ്യത്തെ 15 മിനിറ്റ് കഴിയുന്നതോടെ കഥയുടെ ഗതി മാറുകയും പ്രേക്ഷകനെ കഥയ്ക്കൊപ്പം കൂട്ടുന്ന ഫർഹാദിയുടെ ഇന്ദ്രജാലം ആരംഭിക്കുകയും ചെയ്യുന്നു. നല്ല നടപ്പിന് 2 ദിവസത്തെ പരോൾ നേടി ജയിലിൽ നിന്നും പുറത്തു വരുന്ന കഥാനായകനായ റഹീമിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത്. അയാൾ വിവാഹമോചിതനും 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ പിതാവുമാണ്. തൻ്റെ മുൻ ഭാര്യയുടെ സഹോദരനിൽ നിന്നും കടം വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതിനാലാണ് അയാൾ ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ റഹീമിന് ഒരു കാമുകിയുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൾക്ക് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു ചെറിയ ബാഗ് റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സ്വർണം വിറ്റ് കടം തീർത്ത് ജയിലിൽ നിന്നും മോചിതനാവാം എന്ന ധാരണയിലാണ് റഹീമും കാമുകിയിരിക്കുന്നത്. എന്നാൽ സ്വർണം വിൽക്കാൻ ചെല്ലുമ്പോഴാണ് തങ്ങളുടെ പകുതി കടം വീട്ടാനുള്ള മൂല്യം പോലും കയ്യിലുള്ള സ്വർണത്തിനില്ലെന്ന് അവർ മനസ്സിലാക്കുന്നത്. തനിക്ക് പ്രയോജനപ്പെടാത്ത ആ സ്വർണം അതിൻ്റെ ഉടമയ്ക്ക് തിരിച്ചു നൽകാൻ റഹീം തീരുമാനിക്കുകയാണ്. ഉടമയെ കണ്ടെത്താൻ വേണ്ടി സ്വർണം കളഞ്ഞു കിട്ടിയ പ്രദേശത്ത് ഒരു ബാങ്കിലെത്തി അവൻ വിവരം പറയും. 2 ദിവസം കഴിഞ്ഞ് താൻ ജയിലിലേക്ക് മടങ്ങുമെന്നും അതിനുശേഷം യഥാർത്ഥ ഉടമ വരികയാണെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ ജയിലിലെ ഫോൺ നമ്പറും നൽകിയിട്ടാണ് ഇയാൾ ജയിലിലേക്ക് മടങ്ങുന്നത്. റഹീം ആഗ്രഹിച്ച പോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജയിലിലേക്ക് ഒരു സ്ത്രീയുടെ കോൾ എത്തുന്നു. സ്വർണത്തിന്റെ ഉടമ താനാണെന്ന് അവൾ പറയുകയും ചെയ്യുന്നു. റഹീമിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും അവർ കൃത്യമായ മറുപടി നൽകും. തന്റെ സഹോദരിയെ പോയി കാണാനും സ്വർണം അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും റഹീം ആ സ്ത്രീയോട് പറയുകയാണ്. റഹീമിന്റെ ഈ പ്രവൃത്തി അറിഞ്ഞ ജയിലിലെ ഒരു ഓഫീസർ ഈ വാർത്ത പത്രമാധ്യമങ്ങൾക്ക് നൽകുകയാണ്. റഹീമിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. ഇതോടെ അയാൾക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി പരോൾ അനുവദിക്കുകയാണ്. ഇതിനിടയിൽ റഹീമിന്റെ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കി അയാളെ ജയിലിൽ നിന്നും സ്ഥിരമായി മോചിപ്പിക്കാനായി ഒരു ലോക്കൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഫണ്ട് റൈസിങ് ആരംഭിച്ചു. കാര്യങ്ങൾ ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഒന്നിനു പുറകെ ഒന്നായി പുതിയ പുതിയ പ്രശ്നങ്ങൾ റഹീമിനെ തേടി വരുന്നത്. ഫർഹാദിയുടെ ചിത്രങ്ങളിൽ കഥാപാത്രങ്ങൾ അഭിനയിക്കുകയാണെന്ന ചിന്ത കാഴ്ചക്കാർക്ക് ഒരിക്കലും ഉണ്ടാകാറില്ല. നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന സംഭവങ്ങളായോ അല്ലെങ്കിൽ നമ്മൾ കൂടി പങ്കുചേരുന്ന സാഹചര്യങ്ങളായോ അനുഭവിപ്പിക്കുന്ന ഒരു പ്രതീതി ഉളവാക്കുന്നവയാണ് ഓരോ ഫർഹാദി ചിത്രങ്ങളും. റഹീമായിട്ട് അഭിനയിച്ച ഇറാനിയൻ ആക്ടർ അമീർ ജിദീദി ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 2021 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഗ്രാൻഡ് പ്രിക്സ് അടക്കം 12ഓളം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സിനിമയാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണുക, കമൻറ്റ് ചെയ്യുക. ലോക സിനിമയിലെ മികച്ച മറ്റൊരു സിനിമയെ പരിചയപ്പെടുത്താനായി നമുക്ക് വീണ്ടും കാണാം.